കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു നഗരസഭയുടെ മേയർ സ്ഥാനത്തേക്ക് ഒരു BJP പ്രതിനിധി കടന്നു വരികയാണ്. BJP ഏറെ നാളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ഭരണം പിടിക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണ അധികാരം ലഭിച്ചതിന് ശേഷമാണ് VV രാജേഷ് കഴിഞ്ഞ ദിവസം മേയറായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. എന്നാൽ ട്വിസ്റ്റ് അവിടെയല്ല. ഈ അടുത്തായി BJPയിൽ ചേർന്ന നിലവിൽ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷയായ മുൻ DGP ശ്രീലേഖ അവരെ മേയറാക്കുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത്. മാധ്യമങ്ങളടക്കമുള്ളവർ ഈ ശ്രീലേഖ മേയറാകാനാണ് ഇത്തവണ തിരുവനന്തപുരത്ത് ജനവിധി തേടുന്നത് എന്നായിരുന്നു പറഞ്ഞു വെച്ചത്. എന്നാൽ കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയല്ല. K. സുരേന്ദ്രനും V. മുരളീധരനും ഏക സ്വരത്തിൽ ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു. രാഷ്ട്രീയത്തിൽ പരിജ്ഞാനമില്ലാത്ത ശ്രീലേഖയല്ല മേയറായി വരേണ്ടത്. അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലൂടെ വിദ്യാർത്ഥി പ്രവർത്തകനായി തുടങ്ങിയ യുവമോർച്ചയുടെ സംസ്ഥാന നേതാവായി പിന്നീട് BJPയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് പദവി അലങ്കരിച്ചപ്പോൾ സംസ്ഥാന നേതൃത്വത്തിലുള്ള VV രാജേഷ് തന്നെ മേയറാകണമെന്ന കടുംപിടുത്തമായിരുന്നു സുരേന്ദ്രൻ പക്ഷവും V. മുരളീധരൻ പക്ഷവും ഏക സ്വരത്തിൽ ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത്. ഒടുവിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉരുക്കുമുഷ്ടി ഇവർക്ക് മുന്നിൽ പത്തി മടക്കുന്നതാണ് നമ്മൾ കണ്ടത്. പാർട്ടിക്ക് ഭരണം ലഭിച്ച കോർപ്പറേഷനിൽ ശ്രീലേഖയെ മേയറാക്കി പിൻസീറ്റ് ഡ്രൈവിംഗ് ആയിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ സംസ്ഥാന പ്രസിഡന്റ് ആഗ്രഹിച്ചതെങ്കിൽ K. സുരേന്ദ്രനും V. മുരളീധര പക്ഷവും ഒരേപോലെ VV രാജേഷിന് വേണ്ടി രംഗത്തിറങ്ങുകയും ഒടുവിൽ VV രാജേഷ് തന്നെ തിരുവനന്തപുരം മേയറായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. പാർട്ടിയിലെ ആദ്യത്തെ പരാജയം രാജീവ് ചന്ദ്രശേഖരന് നൽകിയിരിക്കുകയാണ് K. സുരേന്ദ്രൻ ഗ്രൂപ്പും അതോടൊപ്പം V. മുരളീധരൻ ഗ്രൂപ്പും. ഇനി BJPയിൽ എന്താണ് കാണാനിരിക്കുന്നത്? എന്തുകൊണ്ട് ശ്രീലേഖ IPSനെ മേയർ സ്ഥാനത്തുനിന്ന് ഒഴിവാക്കി? വിശദമായി പരിശോധിക്കാം. നമ്മോടൊപ്പം സൗവർണിക PS ഉണ്ട്. അതായത് വലിയ പ്രതീക്ഷയോടുകൂടിയായിരുന്നു BJP അധികാരത്തിലേറിയ നഗരസഭയിൽ. ഈ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ തർക്കം പാർട്ടിക്കകത്തുണ്ടാകുകയും ഒടുവിൽ ശ്രീലേഖ IPSനെ വെട്ടി VV രാജേഷ് മേയറാകുകയും ചെയ്തു. എന്തൊക്കെയായിരുന്നു അതിനുള്ള ട്വിസ്റ്റ്? ശ്രീലേഖ ശാസ്തമംഗലത്ത് സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ മുതൽ, അല്ലെങ്കിൽ ആ സമയത്തൊക്കെ മൗനമായി BJP പറഞ്ഞിരുന്ന വാക്ക് എന്ന് പറയുന്നത് ശ്രീലേഖ ആയിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ BJP അധികാരത്തിൽ വന്നാൽ മേയർ ആവുക എന്നതാണ്. ഈ പറയുന്നത് പോലെ രാജീവ് ചന്ദ്രശേഖർ പക്ഷം, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായിരിക്കുന്ന സ്ഥാനത്ത് ശ്രീലേഖ വരും എന്നാണ് പറഞ്ഞിരുന്നതും ഈ പ്രചരണങ്ങളെല്ലാം ശ്രീലേഖ മേയർ ആകും എന്ന തലത്തിൽ തന്നെയായിരുന്നു. അത് ശ്രീലേഖയും എന്നാണ് പ്രതീക്ഷിച്ചിരുന്ന കാര്യമാണ്. കാരണം നമുക്കറിയാം, ആദ്യം മുതൽ ശ്രീലേഖ ഈ പറഞ്ഞതുപോലെ IPS ഉദ്യോഗസ്ഥയായിട്ട് പ്രവർത്തിച്ച ആളാണ്. ആ ശാസ്തമംഗലത്ത് സ്ഥാനാർത്ഥിയായി വരുന്നു. അപ്പോൾ ഒരു BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റാർ സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീലേഖ. ആ ശ്രീലേഖയാണ് വെട്ടിക്കൊണ്ട് മറ്റൊരു മേയർ വരുന്നത്. ഈ പറയുന്നത് പോലെ സത്യത്തിൽ ശ്രീലേഖയെ വെട്ടിയെന്നതിനപ്പുറം രാജീവ് ചന്ദ്രശേഖരനെ വെട്ടിക്കൊണ്ട് മറ്റൊരു മേയർ വന്നു എന്ന് വേണം പറയാൻ. ഈ പറയുന്ന പോലെ ആദ്യം മുതലേ പറഞ്ഞു ശ്രീലേഖ ആകും, അല്ലെങ്കിൽ മേയർ ആയില്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം നൽകും എന്നായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച സമയത്ത് അവർ പറഞ്ഞത്. മേയർ ആക്കിയില്ലെങ്കിൽ ഡെപ്യൂട്ടി മേയറെങ്കിലും തന്നെ ആക്കും, അല്ലെങ്കിൽ ശ്രീലേഖ ആക്കും എന്നാണ് പറഞ്ഞത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ തൻ്റെ അതൃപ്തി തുറന്നു പറഞ്ഞില്ലെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം നടന്ന മേയറിൻ്റെ ചടങ്ങിൽ പൂർണ്ണ സമയം ഇരുന്നിട്ടില്ല. ഒരാശംസാ പോസ്റ്റ് പോലും BJPയുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ CPMൻ്റെ അല്ലെങ്കിൽ LDFൻ്റെ കയ്യിൽ നിന്ന് BJP പിടിച്ചെടുത്ത് അവരുടെ BJPയുടെ മേയറായിട്ട് പോലും ഒരു ആശംസ പോലും അറിയിച്ചതായി ശ്രീലേഖ അറിയിച്ചില്ല. അപ്പോൾ തൻ്റെ അതൃപ്തി പലതരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിയ രീതിയിൽ തുറന്നടിച്ചില്ലെങ്കിൽ പോലും ശ്രീലേഖ തൻ്റെ അതൃപ്തി അറിയിക്കുന്നുണ്ട്. ശ്രീലേഖയ്ക്ക് മറ്റു ചില പദവികൾ നൽകുമെന്നാണ് BJP നേതൃത്വത്തിലെ ചിലരെ ബന്ധപ്പെട്ടപ്പോൾ അവർ അങ്ങനെയാണ് അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതായത് രണ്ട് കാര്യമാണ് പറയുന്നത്. ഒന്ന്, ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം. മറ്റൊന്ന്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് പോലെയുള്ള അല്ലെങ്കിൽ തിരുവനന്തപുരം സെൻട്രലോ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരു സീറ്റ്. എന്നാൽ ഇത് രണ്ടും ഇവർ അനുനയത്തിന് വഴങ്ങിയിട്ടില്ല എന്നാണ് ശ്രീലേഖയുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. വട്ടിയൂർക്കാവ് സീറ്റിൽ ശ്രീലേഖ മത്സരിച്ചാൽ ജയിക്കാനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണുന്നില്ല. കാരണം അവിടെ കോൺഗ്രസും ഇടതുമുന്നണിയും തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടത്തിനാണ് സാധ്യത നമ്മളിപ്പോൾ കാണുന്നത്. അതിപ്പോൾ ജയിക്കുന്നതിൻ്റെ തോക്കുന്നതിൻ്റെ അല്ലല്ലോ, ഇത് എങ്ങനെയെങ്കിലും മേയർ ആക്കിയില്ല. അപ്പോൾ അതിന് പരിഹാരം എന്ന വിധമായിരിക്കുമല്ലോ മറ്റൊരു സ്ഥാനാർത്ഥിത്വം, അല്ലെങ്കിൽ നിയമസഭ സീറ്റിലേക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നത്. തീർച്ചയായും അത്തരത്തിലൊരു സ്ഥാനാർത്ഥി ലഭിക്കുകയാണെങ്കിൽ അവർക്ക് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയോ അല്ലെങ്കിൽ കൊയിലാണ്ടിയോ നാദാപുരം പോലത്തെ സീറ്റിൽ അവർക്ക് മത്സരിക്കാൻ BJPക്കാർക്ക് പോലും താല്പര്യമില്ലാത്ത സീറ്റാണ്. പക്ഷേ വട്ടിയൂർക്കാവ് അവർ മത്സരിച്ചാൽ ജയിക്കുമെന്നാണ് ഒരു വിഭാഗം BJP പ്രവർത്തകർ പറയുന്നത്. പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വട്ടിയൂർക്കാവിൽ ഇടതു വലത് മുന്നണികൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണ് നടക്കുന്നത്. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചേച്ചിയെ കാണിച്ച് അനിയത്തിയെ കല്യാണം കഴിപ്പിച്ച അവസ്ഥയായിപ്പോയി BJPക്ക്. എന്തായാലും ശ്രീലേഖയെ മേയറാക്കുമെന്ന് പറഞ്ഞാണ് ഒരു വലിയ വിഭാഗം ആളുകളുടെ വോട്ട് BJP നേടിയത്. പക്ഷേ അവരുടെ ആഭ്യന്തര രാഷ്ട്രീയമാണ്. എന്നാലും VV രാജേഷിനെ പോലെയുള്ള രാഷ്ട്രീയത്തിൽ പരിചിതനായ ഒരാളെ വെക്കാൻ ഈ മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ അവർ പറഞ്ഞ ന്യായം
ഈ ആര്യ രാജേന്ദ്രനെ 21-ാം വയസ്സിൽ മേയറാക്കിയതിൻ്റെ പരിണിത ഫലമാണ് തിരുവനന്തപുരത്ത് CPM അനുഭവിച്ചത്. ആര്യ രാജേന്ദ്രനെ ഭരിക്കാൻ അറിയില്ലായിരുന്നു. ആര്യ രാജേന്ദ്രനെ നിയന്ത്രിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. അതേപോലെ ഒരു അവസ്ഥ BJPയുടെ ചരിത്രത്തിൽ ആദ്യമായി ലഭിച്ച ഒരു കോർപ്പറേഷൻ ഉണ്ടാകരുത്. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ പരിചയമുള്ള ഒരു വ്യക്തിയെ മേയറാക്കണം എന്ന് അതുകൊണ്ടാണ് VV രാജേഷിനെ നറുക്ക് വീണതെന്നാണ് ഒരു വിഭാഗം BJP പ്രവർത്തകർ പറയുന്നത്. അപ്പോൾ മറിച്ചൊരു ചോദ്യമുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ആദ്യം എന്താണ് BJP ഉയർത്തിക്കാട്ടിയിരുന്നല്ലോ ശ്രീലേഖയെ മേയറാക്കുമെന്ന്. അപ്പോൾ എന്തുകൊണ്ട് ഈ ന്യായം പറഞ്ഞ് ശ്രീലേഖ മേയർ ആകില്ല എന്ന് ഉറച്ച സ്വരത്തിൽ പറഞ്ഞില്ല എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. പറയുന്ന കാര്യം, ഞങ്ങൾ ഒരു ആളെയും മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നില്ല. മാധ്യമങ്ങളാണ് മേയർ സ്ഥാനാർത്ഥി ഇന്നയാളാണെന്ന് പറഞ്ഞത്. ഔദ്യോഗികമായി അവർ BJP നേതൃത്വം മേയർ സ്ഥാനാർത്ഥിയെ പറഞ്ഞിരുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ എന്തായാലും VV രാജേഷിനെ പോലെ ഒരു വ്യക്തി വന്നാൽ അത് പാർട്ടിക്ക് കൂടുതൽ ഗുണകരമാകുമെന്ന് അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അങ്ങനെ പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് K. സുരേന്ദ്രൻ വിഭാഗവും അതോടൊപ്പം തന്നെ ഈ V. മുരളീധര പക്ഷവും VV രാജേഷിനോട് പിടിമുറുക്കി എന്ന് മാത്രമല്ല, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ വന്നിറങ്ങിയതിന് ശേഷം S. സുരേഷ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം പോവുകയും രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പ് തിരുവനന്തപുരം ജില്ലയിൽ രൂപപ്പെടുകയും ചെയ്തപ്പോൾ VV രാജേഷ് K. സുരേന്ദ്രനൊപ്പം ഉറച്ചു നിന്ന നേതാവാണ്. പക്ഷത്തെ അല്ലെങ്കിൽ K. സുരേന്ദ്രൻ പക്ഷത്തെ നയിക്കുന്ന ഒരു വ്യക്തിയാണ് VV രാജേഷ്. അതുകൊണ്ട് തന്നെ VV രാജേഷിലൂടെ നഗരസഭ പിടിച്ചെടുക്കുമ്പോൾ അത് രാജീവ് ചന്ദ്രശേഖരന് നൽകിയ ഒരു തിരിച്ചടി കൂടിയാണ് സുരേന്ദ്രൻ പക്ഷം കാണുന്നത്. കാരണം പല വിഷയങ്ങളിലും K. സുരേന്ദ്രനെയും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളെയും BJPയുടെ പുനഃസംഘടന വേളയിൽ പാടെ വെട്ടിനിരത്തിയാണ് രാജീവ് ചന്ദ്രശേഖർ ചെയ്തത്. K. സുരേന്ദ്രനോടൊപ്പം ചേർന്നുന്ന പല പ്രമുഖരെയും സംസ്ഥാന ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിവാക്കുകയും മീഡിയ പാനലിസ്റ്റ് ലിസ്റ്റിൽ നിന്ന് പോലും പലരെ ഒഴിവാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കോർപ്പറേഷൻ ജയിച്ചപ്പോൾ അവിടെ തൻ്റെ പക്ഷക്കാരന് ഉറച്ചു നിൽക്കുന്ന K. സുരേന്ദ്രനോടൊപ്പം അടിയുറച്ചു നിൽക്കുന്ന VV രാജേഷിനെ മേയറാക്കിയതിലൂടെ രാജീവ് ചന്ദ്രശേഖരന് ഒരു തിരിച്ചടി നൽകാൻ K. സുരേന്ദ്രന് കഴിഞ്ഞു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ BJPക്കകത്ത് BJPയുടെ കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കർ വലിയ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. 35 കോടി രൂപ BJPയുടെ അക്കൗണ്ടിലെ 35 കോടി രൂപയാണ് പുതിയ സംസ്ഥാന പ്രസിഡന്റ് അധികാരത്തിലേറിയതിനു ശേഷം വിനിയോഗിച്ചത്. നേതാക്കന്മാർക്ക് ആഡംബര യാത്രയ്ക്കും സൗകര്യത്തിനും വേണ്ടിയാണ് ഈ പണം ഉപയോഗിച്ചത്. അത് K. സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായ സമയത്ത് ഒരു മാസം BJPക്ക് ആകെ വരുന്ന പ്രവർത്തന ചെലവ് 30 മുതൽ 35 ലക്ഷം വരെയാണ്. അതല്ല ഇപ്പോൾ 35 കോടി രൂപ ചിലവഴിച്ചിട്ടുണ്ട്. K. സുരേന്ദ്രൻ അധ്യക്ഷനായ സമയത്ത് പാർട്ടിക്ക് നൽകുന്ന സംഭാവനയിലെ വിഹിതമാണ് ഇപ്പോൾ എടുത്ത് ചിലവഴിക്കുന്നത്. കാരണം K. സുരേന്ദ്രൻ BJPയുടെ മാരാർജി ഭവന തറക്കല്ലിട്ടു, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പണി നടത്തുന്നത്. അതുമാത്രമല്ല, കേരളത്തിലെ നിരവധിയായ BJPയുടെ വളർച്ചയ്ക്ക് ഉതകുന്ന പ്രവർത്തനങ്ങൾ നടത്തിയ BJP നേതാവാണ് സുരേന്ദ്രൻ. ആ സുരേന്ദ്രനെ സൈഡ് ലൈൻ ചെയ്തത് പ്രവർത്തകർക്കിടയിൽ വലിയ നിരാശയുണ്ടായി. കാരണം രാജീവ് ചന്ദ്രശേഖർ താഴെത്തട്ടിൽ പ്രവർത്തിച്ചു വന്നൊരു നേതാവല്ല, രാജീവ് ചന്ദ്രശേഖർ കെട്ടിയിറക്കപ്പെട്ട ഒരു നേതാവാണെന്നൊരു വികാരം പ്രവർത്തകർക്കിടയിലുണ്ട്. പക്ഷേ V. മുരളീധരനോ K. സുരേന്ദ്രനോ അത്തരത്തിലുള്ളതല്ല. അവർ ABVPയിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് വന്ന് യുവമോർച്ചയിലും BJPയിലും എല്ലാം പ്രവർത്തിച്ച് പടിപടിയായി നേതാക്കളായ ആളുകളാണ്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ ശൈലി ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് ഉതകുന്ന ശൈലിയാണ്. ആ ശൈലി കേരളത്തിലെ BJPയിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരനെ എതിർക്കുന്ന V. മുരളീധരനും K. സുരേന്ദ്രനും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ദേശീയ നേതൃത്വത്തിൻ്റെ പിന്തുണ കൂടി അവർക്കുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു. കാരണം VV രാജേഷിനെ മേയറാക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖരൻ ഡൽഹിയിലേക്ക് യാത്ര പോകുന്നത് ശ്രീലേഖയെ മേയറാക്കി ദേശീയ നേതൃത്വത്തിന് അനുമതി വാങ്ങിമെന്ന് കേരളത്തിൽ പ്രഖ്യാപിക്കാനാണ് ഇയാൾ, അതായത് രാജീവ് ചന്ദ്രശേഖരൻ മനസ്സിൽ കാണുമ്പോൾ K. സുരേന്ദ്രനും V. മുരളീധരനും മാനത്ത് കണ്ടു. അതായത് രാജീവ് ചന്ദ്രശേഖരൻ ഫ്ലൈറ്റിലിരിക്കുമ്പോൾ തന്നെ ആ തീരുമാനം ഇവിടെ വെട്ടിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും പാർട്ടിയിൽ ശക്തർ V. മുരളീധരനും K. സുരേന്ദ്രനും തന്നെയാണെന്ന് രാജീവ് ചന്ദ്രശേഖർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി അദ്ദേഹത്തിനുള്ള ബാലികേറാമല നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. തൻ്റെ അനുയായികൾക്ക് വേണ്ടി സീറ്റ് ചോദിച്ചാൽ അടവടലം വെട്ടാൻ അത് K. സുരേന്ദ്രൻ തയ്യാറാകുമെന്ന് തന്നെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം.